ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് പദ്ധതി അല്ലെങ്കിൽ പൊതിച്ചോറ് വിതരണം അത് ഡിവൈഎഫ്ഐയുടെ പതാകയും അല്ലെങ്കിൽ ബാനറിലൊക്കെ നടത്തുന്നത് അത്തരം വേണ്ട കമ്മ്യൂണിറ്റി കിച്ചണുകളാണ് വേണ്ടതെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തിയ പരാമർശം കണ്ടോ? എന്താണ് കമന്റ്? എനിക്ക് കെ മുരളീധരനോടുള്ള എനിക്ക് സഹതാപം. എന്താ കാരണം എന്ന് വെച്ചാൽ മൂപ്പർക്ക് ഇപ്പോഴും റിലേ കിട്ടിയിട്ടില്ല. മൂപ്പർക്ക് ഹണിമൂൺ പീരീഡ് വേണം, ഹണിമൂൺ പീരീഡ് വേണം എന്നായിരുന്നു കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ മൂപ്പർ ഹണിമൂണിലാണോ ഉള്ളത്, ഹണിമൂൺ കഴിഞ്ഞോ, അതുപോലും വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. പുള്ളി നിയമസഭകൾക്കുള്ളിൽ വിലപിച്ചുകൊണ്ടിരുന്നത് ഹണിമൂൺ വേണമെന്നുള്ളതാണ്. മൂപ്പറെ ഏൽപ്പിച്ച കാര്യം ചെയ്യട്ടെ. സർക്കാരിനുള്ള പരിമിതികളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ആരോഗ്യവകുപ്പിന് സ്വാഭാവികമായിട്ട് ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയോ യുവജന സംഘടനയോ സന്നദ്ധ സംഘടനയോ രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കല്ലേ മൂപ്പർ ചെയ്യേണ്ടത്. എന്ത് കെ മുരളീധരനെ പറ്റിയത് എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സതീശൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ട് മൂപ്പർ കെട്ടുപോയ സംശയമുണ്ട്. എന്താ കാരണം വെച്ചാൽ മുമ്പൊക്കെ കുറച്ചുകൂടി വിശാല അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഈ അല്ലോടെ ശരത്തെ. അല്ലേ ഞാൻ പറഞ്ഞത് ആണോ അല്ലയോ? ആണ്. ഇപ്പൊ എന്ത് പറ്റി നിങ്ങൾ ചോദിക്കും മൂപ്പർ വരുമ്പോൾ. എന്തോ കാര്യമായ അപകടം. സതീശന്റെ പ്രശ്നം സതീശന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 10,000 കോടി അത് കണ്ടിട്ടില്ലേ? ലോകത്തേതെങ്കിലും ചിത്രമൊക്കെ പുറത്തുവിട്ടു ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നാവ് ചൊറിയുന്നുണ്ട്. അതായത് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കമ്പനി തന്നെ ടാറ്റയുടെ കമ്പനിയല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ടാറ്റ പോലുള്ള ഒരു വലിയ വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികൾ നിരന്തരമായി ആൾക്കാരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അവരെത്രയോ ആൾക്കാരെ കാണാറുണ്ട്. ആ കാണുന്നത് മുഴുവൻ 10,000 കോടി മുടക്കാൻ വേണ്ടിയാണോ? 10,000 കോടി മുടക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരല്ലേ. ബ്ലൂംബർഗ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈനാൻഷ്യൽ ന്യൂസിൻ്റെ ഡേറ്റ കമ്പനിയാണ്. ബ്ലൂംബർഗ് പോലുള്ള ഒരു മാധ്യമത്തോട് 22 ലിസ്റ്റഡ് കമ്പനികളുള്ള ഒരു ടാറ്റ വ്യവസായ സാമ്രാജ്യം കേരളത്തിൽ 10,000 കോടി രൂപ മുടക്കാൻ പോവുകയാണ്, ഞങ്ങൾ ഭൂമി അലോട്ട് ചെയ്യാൻ പോവുകയാണെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ ഭാഗധേയത്തെ നിർണ്ണയിക്കുന്നതിൽ എത്രത്തോളം പങ്കുവഹിക്കും. അതുകൊണ്ടല്ലേ ടാറ്റ വരണ്ടിട്ട് വിസ്തീർണം പറഞ്ഞത്, ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെന്ന്. ലോകത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ആ 10,000 കോടിയെ ഇപ്പോൾ മോൻ്റെ ഇടതുപക്ഷ സർക്കാർ ഒപ്പുവെച്ച ഒരു MOU 300 കോടിയുടെ ഒരു കപ്പൽ ബോട്ടായി കേട്ടാ, അത് മനസ്സിലാക്കണേ. ബോട്ടിലേക്ക് വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് PRD നടത്തിയ ശ്രമവും ഇൻവെർട്ടർ കോമ ശ്ലാഘനീയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PR ദൗത്യമായിട്ട് അതിനെ കാണണം. കപ്പലിനെ ബോട്ടാക്കി മാറ്റുന്നു, 10,000 കോടിയെ 300 കോടിയാക്കി മാറ്റുന്നു. ഈ കുഞ്ഞാലിക്കുട്ടി യഥാർത്ഥത്തിൽ കുറച്ച് ഗൗരവം അർഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഇമാതിരി ഈ തല്ലിപ്പുള്ളി PR പരിപാടിക്ക് നിൽക്കരുതെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്.